ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഭാരതം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: നിർണായകമായ ഒരു ശക്തിയായി. ലോകം ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. തോക്കുകളും മിസൈലുകളും പ്രയോഗിക്കാൻ വെടിമരുന്ന് വേണമെന്ന പഴഞ്ചൻ ചിന്താഗതികൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് കാന്തിക ശക്തി കൊണ്ട് ശത്രുവിനെ തകർക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ എന്ന വിസ്മയം ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ സാങ്കേതിക വിദ്യ? ഇന്ത്യ എങ്ങനെയാണ് ഈ വിദ്യ വികസിപ്പിച്ചതെന്നും ഇത് എങ്ങനെ അമേരിക്കൻ ആധിപത്യത്തിന് ഭീഷണിയാകുന്നുവെന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ലോകം ഇന്ന് ഒരു വലിയ യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വെടിമരുന്നിന്റെ മണവും റോക്കറ്റുകളുടെ ഗർജനവും. എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ ഭാരതം നിശബ്ദമായി ഒരു ഗെയിം ചേഞ്ചർ ഒരുക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ആഗോളാധിപത്യ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ഒരു ബ്രഹ്മാസ്ത്രം. അമേരിക്ക വർഷങ്ങളോളം പരീക്ഷിച്ച് പണം വാരിയെറിഞ്ഞ് ഒടുവിൽ പരാജയം സമ്മതിച്ച് പിന്തിരിഞ്ഞ ഒരു മേഖലയിൽ ഭാരതം ഇന്ന് വിജയക്കൊടി പാറിക്കുകയാണ്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് കീഴിൽ ഭാരതം കൈവരിച്ച പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ കഥയാണിത്. വെറുമൊരു ആയുധമല്ല ഇത്, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ പ്രഖ്യാപനമാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ഒന്ന് നിരീക്ഷിക്കൂ. എവിടെയൊക്കെ സംഘർഷങ്ങൾ പുകയുന്നോ അവിടെയൊക്കെ ചില താല്പര്യങ്ങളുടെ വിരലുണ്ട്. ദശാബ്ദങ്ങളായി ലോകം ഒരു ഏകപക്ഷീയമായ ആധിപത്യത്തിന് കീഴിലായിരുന്നു. വെനസ്വേലയിലെ എണ്ണക്കപ്പലുകൾ തടയുന്നതായാലും പശ്ചിമേഷ്യയിൽ ഭീതി വിതച്ച പടക്കോപ്പുകൾ നിരത്തുന്നതായാലും ആയുധ കച്ചവടത്തിലൂടെ മാത്രം നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാരതം ഇതിനൊരു ബദൽ ചിന്തിച്ചു തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരതം എന്ന നയം പ്രഖ്യാപിച്ചപ്പോൾ പലരും പരിഹസിച്ചു. വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എങ്ങനെ സ്വന്തമായി പ്രതിരോധ കവചം തീർക്കൂ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യങ്ങൾക്കുള്ള പവർഫുൾ മറുപടിയാണ് DRDO ഇന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാന്തിക ആയുധം. അമേരിക്കയുടെ സാങ്കേതിക വിദ്യയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ഭാരതീയ സാങ്കേതിക വിദ്യ. നമുക്ക് സാങ്കേതികമായി ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാം. സാധാരണ ഒരു മിസൈലോ വെടിയുണ്ടയോ പായുന്നത് സ്ഫോടക വസ്തുക്കൾ കത്തുമ്പോഴാണ്. എന്നാൽ റെയിൽ ഗൺ പ്രവർത്തിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ്. ലോറൻസ് ഫോഴ്സ് എന്ന ശാസ്ത്ര തത്വം ഉപയോഗിച്ച കാന്തിക മണ്ഡലത്തിലൂടെ ഒരു പ്രൊജക്ട് ലൈറ്റിന്റെ ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിലുള്ള ശക്തിയാണിതിന്. അമേരിക്ക ഇത് പരീക്ഷിച്ചതാണ്. പക്ഷേ അവിടുത്തെ കമ്പനികൾക്ക് കിലോമീറ്ററുകൾ പായുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ താപനിലയും ഊർജ ഉപഭോഗവും ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഭാരതത്തിന്റെ വിജയം. DRDO വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളമാണ്. സെക്കൻഡിൽ 2000 മീറ്റർ വേഗതയിൽ വരുന്ന ഒരു ലോക കഷ്ണം ചെന്നടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഒരു വലിയ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ മിസൈലിന്റെ ചെലവില്ല, അപകടകാരിയായ സ്ഫോടക വസ്തുക്കളുടെ സംഭരണമില്ല, വെറും വൈദ്യുതിയും ലോഹവും. എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഇതിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. 200 കിലോമീറ്റർ അകലെയുള്ള ശത്രു കപ്പലിനെ നമ്മുടെ തീരത്ത് നിന്ന് തൊടുക്കുന്ന ഒരു റെയിൽ ഗൺ ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കും. അമേരിക്കൻ വിദേശ നയം എപ്പോഴും യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് വിമർശകർ പറയാറുണ്ട്. എന്നാൽ മോദി വിഭാവനം ചെയ്യുന്ന ഇന്ത്യ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് യുദ്ധം ചെയ്യാനല്ല, മറിച്ച് ലോകത്ത് സമാധാനം ഉറപ്പാക്കാനാണ്. അയൽരാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഖത്തറിനെയോ ഇറാനെയോ പോലുള്ള രാജ്യങ്ങളുമായി തുല്യമായ നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇന്ത്യയുടെ സുരക്ഷാ കവചമാണ് ഈ നിശബ്ദ ബ്രഹ്മാസ്ത്രം. അമേരിക്ക ഈ റെയിൽ ഗൺ പദ്ധതി ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? ഒന്നാമതായി, റെയിലുകൾക്കുണ്ടാകുന്ന അമിതമായ തേയ്മാനം. രണ്ടാമതായി, ഇതിനാവശ്യമായ ഭീമമായ ഊർജം ഒരു കപ്പലിൽ ക്രമീകരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്. അമേരിക്കൻ കമ്പനികൾ കോടികൾ പൊടിച്ചിട്ടും ഇതിന്റെ മെയിന്റനൻസ് വലിയ ബാധ്യതയായി മാറി. എന്നാൽ ഇന്ത്യ ഇവിടെയാണ് അത്ഭുതം കാണിക്കുന്നത്. മോദി സർക്കാരിന്റെ കീഴിൽ DRDO ശാസ്ത്രജ്ഞർക്ക് ലഭിച്ച പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യവും പിന്തുണയും ഈ സാങ്കേതിക പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മെ സഹായിച്ചു. കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമമായി ഊർജം ഉപയോഗിക്കാവുന്ന ഡിസൈനുകൾ ഇന്ത്യ വികസിപ്പിച്ചു. അമേരിക്ക ഉപേക്ഷിച്ചെടുത്തുനിന്ന് ഇന്ത്യ വിജയകരമായി മുന്നേറുന്നത് കാണുമ്പോൾ പാശ്ചാത്യ ലോകം ഒന്നടങ്കം പകച്ചു നിൽക്കുകയാണ്. ഭാരതീയ ബുദ്ധിശക്തിയും ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയും ഒന്നിച്ചാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഇവിടെ തെളിയുകയാണ്.
അമേരിക്ക നേരിട്ട പ്രധാന പ്രശ്നം പവർ മാനേജ്മെന്റ് ആയിരുന്നു. ഒരു റെയിൽ ഗൺ പ്രവർത്തിക്കാൻ വേണ്ടത് ഒരു ചെറിയ നഗരത്തിന് വേണ്ട അത്രയും വൈദ്യുതിയാണ്. കൂടാതെ ഉണ്ട പുറത്തേക്ക് പായുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കാരണം റെയിലുകൾ ഉരുകിപ്പോകുമായിരുന്നു. അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക് പരിഹരിക്കാൻ കഴിയാതിരുന്ന ഈ പ്രതിസന്ധിയാണ് ഭാരതത്തിന്റെ DRDO മറികടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണമേറ്റ ശേഷം പ്രതിരോധ ഗവേഷണങ്ങൾക്ക് നൽകിയ മുൻഗണനയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് കപ്പാസിറ്ററുകളുമാണ് ഇന്ത്യയെ ഇവിടെ വിജയിപ്പിച്ചത്. അമേരിക്ക തോറ്റെടുത്ത ഇന്ത്യ ജയിച്ചു എന്നത് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ മൂല്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടാണ് റെയിൽ ഗൺ അമേരിക്കയും ചൈനയും ഭയപ്പെടുന്നത്? അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള മറുപടിയാണിത്. ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടക്കുന്ന അനാവശ്യ ഇടപെടലുകളെ പ്രതിരോധിക്കാൻ മിസൈലുകളേക്കാൾ വേഗതയേറിയ ഇത്തരം ആയുധങ്ങൾ അത്യാവശ്യമാണ്. അമേരിക്കയുടെ വിദേശ നയം പലപ്പോഴും യുദ്ധം ഒരു ബിസിനസ് എന്ന നിലയിലാണ്. എന്നാൽ ഭാരതത്തിന്റെ നയം യുദ്ധമല്ല, പ്രതിരോധം എന്നതാണ്. പക്ഷേ ആ പ്രതിരോധം അങ്ങേയറ്റം മാരകമായിരിക്കുമെന്ന് മോദി സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വെനിസ്വേല പോലുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ നിൽക്കാൻ ഇന്ത്യക്ക് ഇത്തരം ആയുധങ്ങൾ കരുത്തു നൽകുകയാണ്. സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം ആയുധം നിർമ്മിക്കുന്ന ഒരു രാജ്യം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. റെയിൽ ഗണ്ണിന്റെ വേഗത വിസ്മയിപ്പിക്കുന്നതാണ്. സെക്കൻഡിൽ ഏകദേശം 2000 മീറ്റർ വേഗതയിൽ, അതായത് ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാവും. ഇത്രയും വലിയ വേഗത ഉള്ളതിനാൽ തന്നെ ഇതിനുള്ളിൽ ബോംബ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ ഇരുമ്പ് കഷ്ണം ഈ വേഗതയിൽ പോയി ഇടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം ഒരു വലിയ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായിരിക്കും. ശത്രുവിന്റെ കൂറ്റൻ യുദ്ധക്കപ്പലുകളെയും ടാങ്കറുകളുടെയും നിമിഷ നേരം കൊണ്ട് നെഞ്ചു പിളർത്തി തകർക്കാൻ ഈ ബ്രഹ്മാസ്ത്രത്തിന് സാധിക്കും. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിശബ്ദമാക്കാൻ ഈ ഒരൊറ്റ ആയുധം മാത്രം മതിയാകും. ഇന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. പക്ഷേ ഇനി വരുന്നത് സാങ്കേതിക വിദ്യയുടെ കാലമാണ്. ഡ്രോണുകളും ലേസർ ആയുധങ്ങളും റെയിൽ ഗണ്ണുകളും യുദ്ധത്തിന്റെ മുഖച്ഛായ മാറ്റും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കപ്പലുകളിൽ ഈ റെയിൽ ഗണ്ണുകൾ ഘടിപ്പിക്കപ്പെടും. അമേരിക്ക ആയുധങ്ങളിലൂടെ ലോകം കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായ കരുത്തിലൂടെ സമാധാനം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് നവഭാരതമാണ്. പണ്ട് ആയുധങ്ങൾക്കായി റഷ്യയിലേക്കും ഫ്രാൻസിലേക്കും വിമാനം കയറിയിരുന്ന മന്ത്രിമാർ ഇന്ന് ഇന്ത്യയിൽ വന്ന് ആയുധങ്ങൾ വാങ്ങാൻ ലോക രാജ്യങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് പുതിയ ഇന്ത്യയുടെ ഉദയമാണ്. ആയുധങ്ങൾ കൊണ്ട് സമാധാനം അടിച്ചേൽപ്പിക്കുന്ന സാമ്രാജ്യത്വ മിഥ്യാധാരണകൾക്ക് മുകളിലാണ് ഇന്ത്യ സ്വന്തം ആത്മവീര്യം കൊണ്ട് ഈ ബ്രഹ്മാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ ലോകത്തെ ശാക്തിക സന്തുലിതാവസ്ഥ തന്നെ മാറിമറിയും. നരേന്ദ്രമോദി എന്ന നേതാവ് വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതം വെറും കെട്ടുകഥയല്ലെന്ന് ഇത്തരം നേട്ടങ്ങൾ ഓരോന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ അഹന്തയ്ക്കും പടിഞ്ഞാറൻ കടന്നുകയറ്റങ്ങൾക്കും മുന്നിൽ ഇന്ത്യ ഉയർത്തുന്ന ഈ റെയിൽ ഗൺ വരുംകാല യുദ്ധതന്ത്രങ്ങൾ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. ഒരു കാലത്ത് ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യയ്ക്കായി വിദേശ രാജ്യങ്ങളുടെ വാതിലിൽ മുട്ടി നിന്നിരുന്ന ഭാരതം ഇന്ന് ചരിത്രം മാറ്റിയെഴുതുകയാണ്. പടിഞ്ഞാറൻ ശക്തികൾ അസാധ്യമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ഇടത്താണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അസാന്ദ്ര പരിശ്രമവും ചേർന്ന ഈ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിഴലുകൾ ലോകത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഭാരതം ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെ ഉറപ്പാണ്. പക്ഷേ ഓർക്കുക, ആ സമാധാനം വീരത്വത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഏത് വെല്ലുവിളിയെയും നേരിടാൻ പ്രാപ്തിയുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ കൈവശമുള്ളവന്റെ കരുത്തിൽ നിന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.